സർക്കാർ ജീവനക്കാർക്ക് നാലാം ശനിയാഴ്ച അവധി നൽകുന്നതിൽ ഉപാധികൾ വെച്ച് സർക്കാർ പ്രവൃത്തി സമയം 15 മിനിറ്റ് കൂട്ടുകയും 5 ക്യാഷ് ലീവ് റദ്ദാക്കുകയും ചെയ്യും. സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ സംഘടനകൾ തള്ളി. നിയമനവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്ക് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് സംഘടന പൊതുവായി ചർച്ചയിലെടുത്തിട്ടുള്ള നിലപാട്. കാരണം എന്ന് വെച്ചാൽ ആശ്രിത നിയമനം എന്ന് പറയുന്നത് അതിലൊരു വിഷയം വന്ന് കോടതിയുടെ 5% പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ജീവനക്കാർക്ക് കൂടുതൽ കാലം ഈ നിയമനത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നുള്ള അതുകൊണ്ട് നിയമനത്തിൽ 1 വർഷത്തിനകം അപേക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ള നിലയിലാണ് തീരുമാനം. ആ ഒരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് നിയമനത്തിൽ കാലതാമസം വരുന്നതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് തലത്തിലുള്ള നിയമനം എന്നതിന് പകരമായിട്ട് കേന്ദ്രീകൃതമായിട്ട് ആശ്രിത നിയമനത്തിന് പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്ന് എല്ലാ വകുപ്പുകൾക്കും നിയമനം നടത്തുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും കാരണവശാൽ ജോലി ആവശ്യമില്ല എന്ന് പറയുന്ന കുടുംബത്തിന്, ആശ്രിതന് ഈ പറയുന്ന 10 ലക്ഷം എന്ന് പറയുന്നത് ഒരു അപര്യാപ്തമാണ്. കാരണം വെച്ചാൽ ആ കുടുംബത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ആശ്രിത നിയമനം കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപ എന്നുള്ളത് ഒരു അപര്യാപ്തമാണ്. അതുകൊണ്ട് ജോലി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ലാത്ത ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതോ അങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ വരുന്ന ആളുകൾക്ക് അവരുടെ കുടുംബത്തിന് സംരക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് ഈ തുക വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഇതിന്റെ ഭാഗമായിട്ട് സംഘടന മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആശ്രിത നിയമനം നിയന്ത്രിക്കാനുള്ള തീരുമാനത്തിൽ സംഘടനകളുടെ അഭിപ്രായം എഴുതിയറിയിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു. നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നന്ദകുമാർ, 2 വിഷയങ്ങളായിരുന്നു പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത്. ഒന്ന്, നാലാം ശനിയാഴ്ച ജീവനക്കാർക്ക് നൽകാൻ പോകുന്ന അവധി. മറ്റൊന്ന്, ഈ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ. ഈ 2 വിഷയത്തിലും സംഘടനകൾ ഇടഞ്ഞു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സർക്കാരിന്റെ അടുത്ത നീക്കം? തീർച്ചയായും അഭിലാഷ്, എന്തായാലും ഭരണപക്ഷ അംഗങ്ങൾ പോലും ഈ ഒരു വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, സർക്കാർ ജീവനക്കാരുടെ ആശ്രിത നിയമനം നിയന്ത്രിക്കലുമായി ബന്ധപ്പെട്ട വിഷയവും അതോടൊപ്പം തന്നെ നാലാം ശനിയാഴ്ച അത് ഉപാധികളോടെ അവധി നൽകുന്ന ഒരു വിഷയത്തിലും 2 വിഷയത്തിലും ഇപ്പോൾ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലാണ് ഇത്തരത്തിൽ എല്ലാ സംഘടനകളും എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. CPM അനുകൂല NGO യൂണിയൻ ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഇപ്പോൾ എതിർപ്പ് ഉന്നയിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നിലവിലെ ആശ്രിത നിയമന രീതി തുടരണം എന്ന് ഇടത് അനുകൂല സംഘടനകൾ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിർദ്ദേശങ്ങൾ രേഖാമൂലം സമർപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാലാം ശനിയാഴ്ച അവധി നൽകുന്ന വിഷയത്തിൽ അത് ഉപാധികളോടെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ ഉപാധിരഹിത അവധി എന്നത് മാറ്റണം എന്നാണ് ഒരു വിമർശനം വന്നിരിക്കുന്നത്. ഓരോ ദിവസവും 15 മിനിറ്റ് അധികം ജോലി ചെയ്യണമെന്നും വർഷത്തിൽ 5 കാഷ്വൽ ലീവ് കുറയ്ക്കുമെന്നും ഈ ഒരു ഉപാധികൾ അംഗീകരിക്കില്ല എന്നും സർവീസ് സംഘടനകൾ നിലപാട് അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു സർക്കാർ ജീവനക്കാരൻ മരിച്ചാൽ 1 വർഷത്തിനകം ജോലി കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമായി നിയമനം പരിമിതപ്പെടുത്തണമെന്നാണ് പരിഗണനയിലുള്ളത്. അതാത് വകുപ്പുകളിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ 5% താഴെ മാത്രമേ ആശ്രിത നിയമനം നടത്താവൂ എന്നാണ് ഹൈക്കോടതിയുടെയും ഉത്തരവ്. എന്തായാലും വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തള്ളുകയും ഇത് മറികടക്കാൻ പോംവഴിയില്ലെന്ന ഒരു നിയമ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് ബദൽ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണശേഷം 1 വർഷത്തിനകം നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് നിയമനം, മറ്റ് അപേക്ഷകർക്ക് 10 ലക്ഷം രൂപ ആശ്രിത ധനം എന്നിങ്ങനെയാണ് ബദൽ നിർദ്ദേശങ്ങൾ വച്ചത്. എന്തായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സർവീസ് സംഘടനകൾ ഒന്നടങ്കം എതിർത്തിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ എഴുതി അറിയിക്കാനാണ് ഈ സംഘടനകളുടെ നിലപാട് എഴുതി അറിയിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ സംഘടനകളെ അറിയിച്ചിരിക്കുന്നത്. നന്ദകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലഹരിക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഇജാസ് ഇക്ബാൽ CPIM അംഗം. CPIM സി വ്യൂ വാർഡ് പടിഞ്ഞാറ് ബ്രാഞ്ച് അംഗമാണ് ഇജാസ്. DYFI തുമ്പോളി മേഖലാ ഭാരവാഹിയുമായിരുന്നു. കരുനാഗപ്പള്ളിയിൽ പുകയില ഉൽപ്പന്നവുമായി പിടിയിലായ സജാദ് DYFI ആലപ്പുഴ വലിയമരം യൂണിറ്റ് സെക്രട്ടറിയാണ്. പിടിയിലായി 2 ദിവസം കഴിഞ്ഞിട്ടും സജാദിന് എതിരെയും സംഘടനാ നടപടി ഉണ്ടായിട്ടില്ല. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, നേരത്തെ ബന്ധമില്ല എന്ന തരത്തിൽ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തെറ്റായിരുന്നു എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു കഴിഞ്ഞു. അതേസമയം ഈ ലഹരികടത്തിന് നേതൃത്വം നൽകുന്നവർക്കെതിരെയൊന്നും ഒരു തരത്തിലുമുള്ള നടപടിക്ക് പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്ത് ന്യായീകരണമാണ് പാർട്ടി പറയുന്നത്?
അഭിലാഷ, അല്പസമയത്തിനകം തന്നെ ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് യോഗം ആലപ്പുഴ ജില്ലയിൽ ആരംഭിക്കും. എന്തായാലും ഇതിനകത്ത് കർശനമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ ആലപ്പുഴ നഗരസഭയുടെ CPM കൗൺസിലറുമായ ഷാനവാസിനെതിരെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഈ ലഹരി കടത്തിയ 1 കോടി രൂപയുടെ ലഹരി കടത്തിയ വാഹനം ഷാനവാസിന്റെ ഉടമസ്ഥതയിലുള്ളത് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം, ഈ ലഹരി കേസിൽ പിടിച്ച പ്രതികൾ അവരും CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നുള്ള CPM പ്രവർത്തകരായ ഇജാസും ഒപ്പം തന്നെ സജാദുമാണ് അറസ്റ്റിലായ മുഖ്യപ്രതികൾ 2 പേർ. ഇവർ 2 പേരും ഈ കേസിലെ മുഖ്യപ്രതികളാണെന്ന് കരുനാഗപ്പള്ളി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഇജാസ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ നിലവിൽ CV വാർഡിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ സജാദ് വലിയമരം ഡിവൈഎഫ്ഐയുടെ വലിയമരം യൂണിറ്റ് സെക്രട്ടറിയുമാണ്. ഇജാസ് ഇതിനു മുമ്പ് ഡിവൈഎഫ്ഐയുടെ തുമ്പോളി മേഖല ഭാരവാഹിയുമായിരുന്നു. അത്തരത്തിൽ സജീവമായി രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ആളുകൾ, ഷാനവാസിന് പുറമെ ഈ 2 മുഖ്യ പ്രതികളും CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് നൽകാനുള്ള വിവരം. സംസ്ഥാനം ഒട്ടുക്കെ CPMന്റെ നേതൃത്വത്തിൽ, സർക്കാരിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഗുരുതരമായ സംഭവങ്ങൾ ആലപ്പുഴയിൽ നിന്നും പാർട്ടിക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നത്. പാർട്ടി പ്രവർത്തകരാണ് ലഹരി കടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതിനകത്ത് ഇവർ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നുണ്ട്. അതായത് വലിയമരം യൂണിറ്റ് സെക്രട്ടറിയായി ലഹരിക്കടത്ത് കേസിലെ പ്രതി സജാദ് ഇപ്പോഴും തുടരുന്നു. ഒപ്പം തന്നെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഇജാസും ഇപ്പോഴും സംഘടനാ നടപടികൾക്കൊന്നും തന്നെ വിധേയരാവാതെ അവർ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കേസിൽ ഉൾപ്പെടുമ്പോൾ ഇവർ 2 പേരും CPMന്റെ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. എന്തായാലും കുറച്ചു നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ ഈ ലഹരിക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയായ ഇജാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഷാനവാസുമായി, CPM കൗൺസിലറായ ഷാനവാസുമായി ചേർന്നുള്ള പിറന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനകത്ത് തന്നെ ഈ പിറന്നാൾ ആഘോഷം ഈ ലഹരിക്കടത്ത് കേസിന് തൊട്ട് മുമ്പ്, അതായത് 3 ദിവസം മുമ്പാണ് ഈ പിറന്നാൾ ആഘോഷം ആലപ്പുഴയിലെ ഒരു ടർഫിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ പ്രതികൾ എല്ലാവരും അവിടെ ഒത്തുകൂടുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് മാത്രമായിരുന്നില്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ നിരവധി തവണ ലഹരി കടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് എത്രമാത്രം നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ഇജാസിനെ 4 മാസം മുമ്പും ആലപ്പുഴയിൽ 1/2 കോടി രൂപയുടെ ലഹരി കടത്തിയ കേസിൽ പോലീസ് പിടിച്ചതാണ്. അന്നും സ്റ്റേഷൻ ജാമ്യം നൽകി 5000 രൂപ പിഴയടപ്പിച്ച് ഈ 1/2 കോടി രൂപയുടെ ലഹരി പിടിച്ച കേസിൽ ഇറക്കിക്കൊണ്ടുവരികയാണ് CPM നേതാക്കൾ ചെയ്തത്. അന്നും അതിന് നേതൃത്വം നൽകിയ ആൾ ഷാനവാസ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ച് ഷാനവാസ് നൽകിയ പ്രതികരണങ്ങൾ തെറ്റാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു വരികയാണ്. കാരണം തനിക്ക് ഈ വാടകയ്ക്ക് നൽകിയ ആളെ മാത്രമേ, വാഹനം വാടകയ്ക്ക് നൽകിയ ആളെ മാത്രമേ പരിചയമുള്ളൂ എന്നാണ് ഷാനവാസ് പ്രതികരിച്ചിരുന്നത്. പക്ഷേ അതല്ല, മറിച്ച് ഇജാസ് അടക്കമുള്ള മുഖ്യ പ്രതികളുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. കലോത്സവ സ്വാഗതഗാന വിവാദത്തിൽ CPIM ഇടപെടലിനു പിന്നാലെ നടപടി. സംഭവത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ദൃശ്യാവിഷ്കാരമൊരുക്കിയ മാതാ പേരാമ്പ്രയെ ഇനി കലോത്സവ വേദികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയാക്കി ചിത്രീകരിച്ചത് സർക്കാർ നിലപാടല്ലെന്നും ഇത് പരിശോധിച്ച് നടപടി വേണമെന്നും CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. ദൃശ്യാവിഷ്കാരം ഉയർത്തിയ വിവാദങ്ങളുടെ രാഷ്ട്രീയ അപകടം തിരിച്ചറിഞ്ഞായിരുന്നു CPM ഇടപെടൽ. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയാക്കുന്നത് CPMന്റെയോ സർക്കാരിന്റെയോ നയമല്ലെന്നും അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. CPMും സർക്കാരും ഒരു മതത്തിനും എതിരല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞങ്ങളൊരു മതത്തിനോ വിശ്വാസത്തിനോ എതിരായ നിലപാട് സ്വീകരിക്കുന്നവരല്ല, CPMും അല്ല ഗവൺമെന്റും അല്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ, അതിന് അപവാദമായ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. വിവാദത്തിൽ വലിയ കാര്യമില്ലെന്ന് ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും തിരുത്തി. ദൃശ്യാവിഷ്കാരം ഇടത് സർക്കാരിന്റെ നയമല്ല, അന്വേഷിച്ച് നടപടിയുണ്ടാവും. മാതാ പേരാമ്പ്രയ്ക്ക് ഇനി കലോത്സവങ്ങളിൽ വേദിയുണ്ടാവില്ല. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയും ഇനി വരാൻ പോകുന്ന മേളകളിൽ ഈ പ്രോഗ്രാം ചെയ്ത
കൂട്ടരെ കലാമേളയിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കും. എന്നാൽ പരിപാടി കഴിഞ്ഞപ്പോൾ മന്ത്രിയടക്കം എല്ലാവരും ദൃശ്യാവിഷ്കാരത്തെ അഭിനന്ദിച്ചതാണെന്ന് സംവിധായകൻ കനകരാജ് പറയുന്നു. കാർഗിൽ ഭീകരവാദിയെ കാണിച്ചെടുത്ത് ഒരു സമുദായത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത് നമ്മളൊരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ജാതിയോ ഒന്നും നോക്കിയതില്ല. നമ്മളൊരു നുഴഞ്ഞുകയറ്റക്കാരൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമാണ് അത് കണ്ടത്. ആ റിസപ്ഷൻ കമ്മിറ്റി, പിന്നെ നമ്മുടെ ജീവൻ ബാബു സാറ് കണ്ടിരുന്നു, പിന്നെ ഡി ജി തോട്ടത്തിൽ രവീന്ദ്രൻ സാറ് കണ്ടിരുന്നു, പിന്നെ കുറച്ച് ഒഫീഷ്യൽസ് സാരൊക്കെ, എനിക്ക് അവരെ അറിയില്ല, ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. PK ഗോപി സാറുണ്ടായിരുന്നു. വൻ വിജയമായ കലോത്സവത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ 2 വിവാദങ്ങളും സർക്കാരിന് തലവേദനയുണ്ടാക്കുന്നുണ്ട്. ഇതിന് തെളിവാണ് നടപടി വേണമെന്ന പാർട്ടിയുടെ ആവശ്യവും തൊട്ടു പിന്നാലെയുള്ള മന്ത്രിയുടെ പ്രതികരണവും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഇടവേള. തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിക്കും മുമ്പേ തന്നെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികൾ രംഗത്ത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പരസ്യമാക്കിയത് കെ മുരളീധരനും ഹൈബി ഈഡനുമാണ്. സിറ്റിംഗ് എംപിമാരടക്കം വളരെ നേരത്തെ അവകാശവാദം ഉന്നയിക്കുന്നത് കോൺഗ്രസിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിടും. മുമ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചയാളാണ് കെ മുരളീധരൻ. പഴയ മണ്ഡലമായ വട്ടിയൂർക്കാവിലോ നേമത്തോ വീണ്ടും സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് വീണ്ടും വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് താല്പര്യമെന്ന് തുറന്നു പറയുകയാണ് കെ മുരളീധരൻ. ഏതായാലും ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം ഞാൻ ഹൈക്കമ്മിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റും. ഞാൻ ലോക്സഭയിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ. ഹൈബി ഈഡനും വീണ്ടും മത്സരിക്കാനുള്ള ആഗ്രഹം മറച്ചുവെച്ചില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ നിയമസഭയിലേക്കോ ഇനി സീറ്റില്ലെങ്കിൽ മത്സരിക്കില്ല എന്നുള്ള തീരുമാനമെടുക്കും. അത് എവിടെ വേണമെങ്കിലും ആകാം. അത് പാർട്ടി പറയുന്നത് ഇപ്പോൾ ഇവിടെ മത്സരിക്കണം, ഇപ്പം കരയിലാണ് അടുത്ത പ്രാവശ്യം മത്സരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കും. അല്ലെങ്കിൽ എറണാകുളത്താണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മത്സരിക്കും. ഇനി മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല, അത്രേ ഉള്ളൂ. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 15ലും കഴിഞ്ഞ തവണ വിജയിച്ചു. സിറ്റിംഗ് എംപിമാരെല്ലാം സീറ്റ് അവകാശവാദം വീണ്ടും ഉന്നയിച്ചേക്കും. തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്ക് കടക്കും മുമ്പ് തന്നെ സ്ഥാനാർത്ഥി മൂക്കുകൾ രംഗത്തെത്തുന്നതിന്റെ കാരണവും ഇതുതന്നെ. കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാത്തവരടക്കം 1 ഡസൻ നേതാക്കളാണ് ഇത്തവണ സ്ഥാനാർത്ഥിത്വം മോഹിക്കുന്നത്. സിറ്റിംഗ് എംപിമാരുടെ നീക്കം ഇത്തരക്കാരുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരിച്ചടിയാണ്. ഫലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ 1 വർഷത്തിലധികം ബാക്കിയുണ്ടെങ്കിലും 1 മുഴം നീട്ടിയെറിയുകയാണ് നേതാക്കളുടെ തന്ത്രം. ന്യൂസ് 18, തിരുവനന്തപുരം. സ്ഥാനാർത്ഥിത്വം ആർക്കും സ്വന്തം നിലയിൽ തീരുമാനിക്കാനാവില്ലെന്ന് VD സതീശൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നതും എവിടെ മത്സരിക്കണമെന്നതും തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അഭിപ്രായമുള്ളവർ അത് പാർട്ടിയെ അറിയിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ശശി തരൂരിന്റെ പര്യടനങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ചയാകുന്നു. NSSും ഓർത്തഡോക്സ് സഭയും പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കോൺഗ്രസിന് ദോഷമാകും എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ശശി തരൂരിന്റെ പര്യടനം 2ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തരൂരിനെ പിന്തുണച്ച് NSSും ഓർത്തഡോക്സ് സഭയും പരസ്യ പ്രതികരണം നടത്തിയത് കോൺഗ്രസിലാകെ ചർച്ചയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ തരൂർ നിലപാട് വ്യക്തമാക്കിയതും പിന്തുണകളുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് 2026 ഉണ്ടാവാൻ പോകുന്നുള്ളൂ. നമ്മൾക്കൊരു മുഖ്യമന്ത്രിയുമുണ്ട്, ഒരു സർക്കാരുമുണ്ട്, ആ സർക്കാരിന് വലിയൊരു ഭൂരിപക്ഷവുമുണ്ട്. നമ്മൾക്ക് എന്തിനാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം ചെയ്യാൻ ആവശ്യം? ഞാൻ എല്ലാവരും കാണുന്നു. അവസരം ഇനി ഇല്ലല്ലോ 26 വരെ. അപ്പോൾ നമുക്ക് അതിന് മുമ്പുള്ള മത്സരങ്ങളൊക്കെ നോക്കണ്ടേ ആദ്യം. പക്ഷേ കേരളത്തിനകത്ത് സജീവമായി പ്രവർത്തിക്കണം എല്ലാവരും ആവശ്യപ്പെട്ടാൽ ഞാനെങ്ങനെ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയാം. താല്പര്യമുണ്ട്, നോക്കട്ടെ. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോഴേ ചർച്ചകൾ നടത്തുന്നത് മുന്നണിക്കാകെ ദോഷം ചെയ്യുമെന്ന നിലപാടാണ് മറുവിഭാഗത്തിനുള്ളത്. ചർച്ചകൾക്ക് സമയമായിട്ടില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുറന്നു പറയുന്നു. പേരുകൾ ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ആദ്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണി ജയിക്കാനുള്ള നടപടിയിലോട്ട് പോകണം. മുന്നണി ജയിച്ചു കഴിയുമ്പോഴാണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുന്നണി ജയിക്കാനായിട്ടുള്ള ഒരുമിച്ച് സംയുക്തമായിട്ട് പോകണം. അതിലെല്ലാവരും വേണം, എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കണം. ആ ശ്രമത്തിന് ഇടങ്കോലിടത്തക്ക വിധത്തിൽ ഇങ്ങനെ പേരുകൾ പറഞ്ഞു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ വിജയത്തിൻ്റെ സാധ്യത മങ്ങും. അത് മങ്ങാതിരിക്കണം. ശശി തരൂരിനെ G. സുകുമാരൻ നായർ ബ്രാൻഡായി ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തരൂരിനൊപ്പമുള്ളവർക്കുണ്ട്. തരൂരിന്റെ പുതിയ നീക്കങ്ങളെ നേരിട്ടെതിർക്കാതെ സാഹചര്യമനുസരിച്ച് കരുതലോടെ പ്രതികരിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. തരൂർ അച്ചടക്കലംഘനമല്ല നടത്തുന്നതെന്ന തിരുവഞ്ചൂരിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നതും ഇതാണ്. G. ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം.
ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരും. ചെറുനിർമ്മാണങ്ങളടക്കം ക്രമപ്പെടുത്താനാണ് നിയമ ഭേദഗതിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗം തീരുമാനിച്ചത്. പട്ടയഭൂമിയിൽ നിന്ന് ഉടമസ്ഥർക്ക് മരം മുറിക്കാൻ കഴിയാത്ത അവസ്ഥ പരിശോധിക്കാൻ വീണ്ടും മന്ത്രിതല യോഗം ചേരും. ഭൂപതിവ് ചട്ടത്തിലെ ഭേദഗതിയിൽ ഉന്നതതല തീരുമാനം തള്ളി സമരമുഖത്തുള്ള സംഘടനകൾ. സർക്കാർ പ്രഖ്യാപനം കണ്ണിൽ പൊടിയിടാൻ ഉള്ളതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതിനു മുമ്പ് ഈ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇടുക്കിയിലെ നിർമ്മാണങ്ങൾ മാത്രം ക്രമപ്പെടുത്താനുള്ള തീരുമാനം ദുരൂഹത നിറഞ്ഞതെന്ന് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് കുറ്റപ്പെടുത്തി. ജനങ്ങളെ ഭീതിയിലാക്കി പാലക്കാട് ധോണിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ആക്രമണ സ്വഭാവമുള്ള PT-7 ഉൾപ്പെടെ 3 കാട്ടാനകളാണ് ഈ മേഖലയിൽ ഇറങ്ങിയത്. PT-7 പിടികൂടാൻ വൈകുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ബത്തേരി പൂതിക്കാട് കരടിമൂലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടെ ആക്രമണമുണ്ടായത്. പറമ്പത്ത് രാമകൃഷ്ണന്റെ 2 ആടുകൾക്ക് പരിക്കേറ്റു. 2 ആഴ്ച മുമ്പ് പ്രദേശത്ത് കടുവയുടെ ആക്രമണത്തിൽ 2 ആടുകൾ ചത്തിരുന്നു. വീണ്ടും ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഗാനഗന്ധർവൻ യേശുദാസിന്റെ 83ാമത് പിറന്നാൾ ആഘോഷിച്ച സുഹൃത്തുക്കളും ആരാധകരും. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കേക്ക് മുറിച്ചാണ് പിറന്നാൾ ആഘോഷിച്ചത്. അമേരിക്കയിലുള്ള യേശുദാസ് ഓൺലൈനായി ആഘോഷത്തിൽ പങ്കുചേർന്നു. യേശുദാസ് പാടിയ പുതിയ സംഗീത ആൽബത്തിന്റെ പ്രകാശനം നടൻ മമ്മൂട്ടി നിർവഹിച്ചു. കായിക വാർത്തകൾ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി. ഏകദിനത്തിൽ കോഹ്ലിയുടെ 45ാം സെഞ്ചുറിയാണിത്. ഇതോടെ 73 സെഞ്ചുറികളാണ് കോഹ്ലി നേടിയത്. ഹോം ഗ്രൗണ്ടിലെ സെഞ്ചുറി നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ലോക റെക്കോർഡിന് ഒപ്പമെത്തി കോഹ്ലി. ശ്രീലങ്കയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ ബാറ്റർ എന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കി. 164 മത്സരങ്ങളിൽ നിന്നാണ് സച്ചിൻ 20 സെഞ്ചുറികൾ സ്വന്തമാക്കിയത്. ജനമൈത്രി പോലീസിന്റെ ഊര് സന്ദർശനത്തോടനുബന്ധിച്ച് അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലെ വയലൂരിൽ ഊര് നിവാസികൾക്കൊപ്പം ഡാൻസ് ചെയ്ത പോലീസുകാർ. ആദിവാസി വിഭാഗത്തിന്റെ കുമ്മിയിൽ പാലക്കാട് പോലീസ് വനിതാ സെൽ CI രമാദേവി, ഷോളയൂർ സ്റ്റേഷൻ SIമാരായ അബ്ദുൽ ഖയൂം, ഫൈസൽ ഖൊറോത്ത് എന്നിവരാണ് പങ്കെടുത്തത്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് at 5 പൂർണ്ണമാകുന്നു. നമസ്കാരം.